പ്രിയമുള്ളവരെ, വചനജ്വാല 1619 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 5 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ജെറമിയായുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലെ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. എൻ്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിന്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിലായിരിക്കും അവിടുത്തെ മഹത്വം. യൂദയായിലെയും ജെറൂസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. യൂദാ നിവാസികളെ, ജെറൂസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ, ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് ശമിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. വടക്ക് നിന്ന് ഭീഷണി. യൂദയായിൽ വിളിച്ചു പറയുവിൻ, ജെറൂസലേമിൽ പ്രഘോഷിക്കുവിൻ, കാഹളമൂതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ. ഒരുമിച്ചു കൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ. സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ, അഭയം തേടി ഓടുവിൻ, മടിച്ചു നിൽക്കരുത്. തിന്മയും ഭീകരനാശവും വടക്ക് നിന്ന് ഞാൻ കൊണ്ടുവരുന്നു. കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്റെ ദേശം ശൂന്യമാക്കും, നിന്റെ നഗരങ്ങൾ വിജനമായ നാശകൂമ്പാരമാക്കും. ആകയാൽ നിങ്ങൾ ചാക്കുടുത്ത് കരയുവിൻ, നിലവിളിക്കുവിൻ. കർത്താവിന്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് രാജാവിന്റെ ഹൃദയം തളരും, പ്രഭുക്കന്മാർ ഭീരുക്കളാകും, പുരോഹിതന്മാർ നടുങ്ങും, പ്രവാചകന്മാർ അമ്പരക്കും. അപ്പോൾ അവർ പറയും, ദൈവമായ കർത്താവേ, അങ്ങ് ഈ ജനത്തെയും ജെറൂസലേമിനെയും വഞ്ചിച്ചു. നിങ്ങൾക്ക് എല്ലാം ഭദ്രമാണ് എന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാൾ ഉയരുന്നു. ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറൂസലേമിനോടും പറയപ്പെടും, എന്റെ ജനത്തിൽ പുത്രിയുടെ മേർക്ക് മരുഭൂമിയുടെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും. പതിരുപാറ്റാനോ നിലം വെടുപ്പാക്കാനോ ആയിരിക്കുകയില്ല. അത് ഞാൻ അയക്കുന്നത് ഭീഷണമായ ഒരു കൊടുങ്കാറ്റായിരിക്കും. ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുക. ഇതാ കാർമേഘം പോലെ ശത്രു വരുന്നു, അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ, കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത്. ഞങ്ങൾക്ക് ദുരിതം, ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു. ജെറൂസലേമിനെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ദ്വാദിനിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉയരുന്നു. എഫ്രായിം മയിൽ നിന്ന് അനർത്ഥത്തെ പറ്റിയുള്ള അറിയിപ്പും
ജനതകളോട് വിളംബരം ചെയ്യുവിൻ, ജെറൂസലേമിൽ വിളിച്ചു പറയുവിൻ, വിദൂരത്തു നിന്ന് ശത്രുക്കൾ വരുന്നു, യൂദയായിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു. വയലിനു ചുറ്റും കാവൽക്കാരെന്ന പോലെ അവളെ വളഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നു. ഇതെല്ലാം നിന്റെ മേൽ വരുത്തി വെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവർത്തികളും അത്രേ. ഇത് നിന്റെ ശിക്ഷയാണ്, അത് കൈപ്പേറിയതു തന്നെ. നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തളഞ്ഞു കയറിയിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയും ആയ അഗാത്ത പുണ്യവതിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സിസിലിയിൽ ജനിച്ച അഗാത്ത സുന്ദരിയും സമ്പത്തുള്ളവളുമായിരുന്നു. ഡേസിയൂസ് ചക്രവർത്തിയുടെ കീഴിൽ സിസിലി ഭരിച്ചിരുന്ന കിൻഡലീസിയായുസ് അഗാത്തയുടെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ആ ലക്ഷ്യത്തിന് വേണ്ടി അഗാത്ത ഒരു ക്രിസ്ത്യാനിയാണെന്ന് കുറ്റം ചുമത്തി ഒരു ദുഷ്ട സ്ത്രീയുടെ കൂടെ പാർപ്പിച്ചു. പാപകരമായ ബന്ധത്തിന് സമ്മതിച്ചാൽ ജീവനും സ്വാതന്ത്ര്യവും വിട്ടുതരാമെന്ന് ഗവർണർ അറിയിച്ചു. ക്രിസ്തുവാണെന്റെ ജീവിതവും രക്ഷയുമെന്നായിരുന്നു അവളുടെ പ്രത്യുത്തരം. ക്രുദ്ധനായ ഗവർണർ അവളുടെ സ്തനങ്ങൾ മുറിച്ചു കളയിപ്പിച്ചു. അവളെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയെന്ന് 6-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അനന്തരം അവളെ നഗ്നയാക്കി ചരലിൽ ഉരുട്ടി. അപ്പോൾ തൻ്റെ പീഡകൾ അവസാനിപ്പിക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. അവൾ ജയിലിൽ വെച്ചാണ് മരിച്ചത്. പ്രിയമുള്ളവരെ, അടുത്ത കാലത്ത് കുഴിമാടം തുറന്നപ്പോൾ ത്വക്ക് മുഴുവനും അഴിയാതിരിക്കുന്നതായിട്ടാണ് കണ്ടത്. എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോഴെല്ലാം അഗാത്തായുടെ ശിരോവസ്ത്രമെടുത്ത് ജനങ്ങൾ ഒരു ഘോഷയാത്ര നടത്തിയിരുന്നു. കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ അഗാത്ത പുണ്യവതിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.